ഹായ്, എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിൽ മീൻസ് നിങ്ങൾ പ്രണയിക്കുന്ന ആളോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെ വലിച്ചു നീട്ടുന്നില്ല, ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണെന്നുള്ളത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രം നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം ഒരിക്കലും അവരോട് തുറന്നു പറയരുത് എന്നുള്ളതാണ്. ചിലരുണ്ട് ഫസ്റ്റ് കാണുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, ചിരിയോ അല്ലെങ്കിൽ സംസാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇഷ്ടം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ അവരോട് ചെന്നിട്ട് ഇഷ്ടമാണെന്ന് പറയും. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അഥവാ ഇനിയിപ്പോൾ അവർ നിങ്ങളോട് തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ രണ്ടുപേരും ആ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കായിരിക്കും എന്താണ് അവരുടെ റിയൽ ക്യാരക്ടർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. സോ ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നത് ഈ ആളല്ല എനിക്ക് മാച്ചിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അല്ല എനിക്ക് വേണ്ടതെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുമെന്നുള്ളതാണ്. പക്ഷേ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പിന്നെ തിരുത്താനുള്ള ഒരു സമയം അവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. സോ റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്കൊരു പശ്ചാത്താപമാണ് ഉണ്ടാവുക വേണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആളെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ തോന്നുന്നുണ്ടായിരിക്കാം. സോ ആ ഒരു കാര്യത്തെ മാത്രം മുൻനിർത്തിയിട്ട് അവരോട് ഇഷ്ടമാണെന്ന് പറയാതിരിക്കുക. ആ ആളെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ തമ്മിൽ സെറ്റായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ആൾ നിങ്ങൾക്ക് മാച്ച് ആണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അവരോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുക. റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക ആ ഒരാൾ വിളിക്കുന്നതും മെസ്സേജ് ചെയ്യുന്നതൊക്കെ കാത്തുകൊണ്ടായിരിക്കും. അതായത് വിളിച്ച് കഴിഞ്ഞാൽ കുറേ നേരം സംസാരിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയണം, മെസ്സേജ് അയക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആൾ അങ്ങനെ വിളിച്ചില്ല, മെസ്സേജ് അയച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സങ്കടമാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റക്ക് ആയി പോകുന്നുള്ളതാണ്. അതായത് ഇവർ വിളിച്ചാലാണ് എനിക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് തന്നെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സ് അതിന് അനുവദിക്കുന്നുണ്ടാവില്ല. അതായത് നമുക്ക് അതിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ അവരെ വിളിച്ചുകൊണ്ട് എപ്പോഴും പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ വിളിച്ചില്ലല്ലോ, മെസ്സേജ് അയച്ചില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരാതികൾ മാത്രം പറയുന്ന ആളാണെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വിളിക്കേണ്ട സമയത്ത് അവർ നിങ്ങളെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ മറ്റെന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യായിരിക്കും, അതല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും തിരക്കിലോ ഒക്കെ ആയിരിക്കാം. സോ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കരിയർ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും അവരെ വിളിക്കട്ടെ അല്ലെങ്കിൽ അവർ വിളിക്കാത്തത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കാതിരിക്കുക. അങ്ങനെ ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. റിലേഷൻഷിപ്പിനെ ഒരു രീതിയിൽ കാണുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കൂടെ കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ സെൽഫ് ഗ്രോത്ത് കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ പേഴ്സണൽ സ്പേസ് നമ്മളുടെ കയ്യിൽ വെക്കുക. അവരെന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിൽ കയറി ഇടപെടുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും. ഇപ്പം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഇടപെടുക, അധികാരം കാണിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ ചില ആളുകൾക്കുള്ള നിർബന്ധമാണ് എന്നോട് പറയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം, ആരെങ്കിലും കാണണമെങ്കിൽ പറയണം, ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് എന്നോട് പറയണം. ഇങ്ങനെയൊക്കെ നിർബന്ധമുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിർബന്ധം കാണിക്കാനോ നിയന്ത്രിക്കാനോ നിൽക്കരുത്. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ റിലേഷൻഷിപ്പിലായിരിക്കാം ചില ആളുകളുണ്ട്, അത് എൻ്റെ പെണ്ണാണ് അല്ലെങ്കിൽ എൻ്റെ ചെക്കനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെയാണെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അവരെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് നിയന്ത്രണം നിങ്ങൾ ഇനി മുതൽ നിർത്താനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ എന്നൊരു നിർബന്ധ ബുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടേതായുള്ള പേഴ്സണൽ സ്പേസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഡിക്റ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ ആളുകൾക്കും വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്.
അതായത് ചിലരുണ്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി പോയിട്ടുള്ള ആളുകൾ. ഇയാളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവളില്ലെങ്കിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നുള്ളതാണ്. രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മെഡിസിൻ കഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗം എന്നുള്ളതല്ല, പക്ഷെ ഒരു രോഗം പോലെയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരുപാട് ശ്രമിച്ചാൽ മാത്രമേ അത് ചിലപ്പോൾ മാറ്റാനായിട്ട് പറ്റുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് അത് വന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ പോവില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ തന്നെ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ അയാൾക്ക് അഡിക്റ്റ് ആണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ അങ്ങനെയാണ്, അയാളില്ലെങ്കിൽ എനിക്ക് ജീവിതം മുന്നോട്ട് പോവില്ല, അയാളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ലൈഫിൽ ആരും പെർമനന്റ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അവരില്ലെങ്കിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ ഒരാൾക്ക് അഡിക്റ്റ് ആയി എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളിനോട് നിങ്ങൾ അഡിക്റ്റ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിനോട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്